കോഴിക്കോട് സൗത്തിലെ LDF സ്ഥാനാർത്ഥി ശ്രീ അഹമ്മദ് എവർകോവിലാണ് നമ്മോടൊപ്പം ഉള്ളത്. സർ, രണ്ടാം വട്ടവും ജനവിധി തേടുകയാണ് സൗത്തിൽ നിന്ന്. എങ്ങനെയാണ് വിജയപ്രതീക്ഷ? തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. 5 വർഷം മുമ്പ് ഞാൻ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ഞാനിവിടെ പുതുമുഖമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഈ മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കുമൂലകളും എനിക്ക് സുപരിചിതമാണ്. മണ്ഡലത്തിലെ വോട്ടർമാരെ തന്നെ ഏതാണ്ടൊക്കെ എനിക്ക് നേരിൽ പരിചയമുണ്ട്. അതോടൊപ്പം 5 വർഷക്കാലം ഒരു MLA എന്ന നിലക്ക് എന്ത് പ്രവർത്തനം നടത്തി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ച. ഈ മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചുകൊണ്ടായിരിക്കും ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു നേട്ടമുണ്ടാക്കാൻ കോഴിക്കോട് CPM-ന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ LDF-ന് കഴിഞ്ഞില്ല. CPM ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന കോർപ്പറേഷനാണ്. സീറ്റുകൾ നഷ്ടപ്പെടുകയും കേവല ഭൂരിപക്ഷത്തിലേക്ക് സ്വന്തം നിലയ്ക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നോർത്ത് സൗത്ത് അടക്കമുള്ള എല്ലാ ഇടങ്ങളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കുറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതിനെങ്ങനെ കാണുന്നു? ഇതിലും വലിയ ട്രാജഡി ഇടതുപക്ഷത്തിന് മുമ്പുണ്ടായിട്ടുണ്ട്. 2010 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിൽ UDF മുന്നേറ്റം നടത്തുകയും എന്നാൽ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF അതിലേറെ ഭൂരിപക്ഷമായി തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. സാധാരണഗതിയിൽ കോർപ്പറേഷൻ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് ആ കോർപ്പറേഷൻ ഭരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണത്തെക്കുറിച്ച്, അതുപോലെ തന്നെ മുനിസിപ്പൽ ഭരണത്തെക്കുറിച്ചൊക്കെയാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ നടന്നിട്ടുള്ള കഴിഞ്ഞ 5 വർഷക്കാലത്തെ അല്ലെങ്കിൽ 10 വർഷക്കാലത്തെ, രണ്ടും പിണറായി സർക്കാർ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, എന്തൊക്കെ വികസനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നത് തന്നെയായും ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുക. അങ്ങനെ വരുമ്പോൾ വികസനത്തിൻ്റെ പെരുമഴ തന്നെ നടത്തിയിട്ടുള്ള LDF-ന് വളരെ ശുഭപ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം LDF-ന്റെ MLA-മാരെ കുറിച്ച് നിങ്ങൾ നടത്തിയിട്ടുള്ള സർവേയിലൊക്കെ തന്നെ വ്യക്തമായി ഒരു നല്ല അഭിപ്രായമാണ് ഭൂരിപക്ഷം MLA-മാർക്കും അനുകൂലമായി രൂപപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം ഒരു വസ്തുതയാണ്. സ്വാഭാവികമായും മണ്ഡലത്തിലെ ജനങ്ങൾ വികസനം ചർച്ച ചെയ്താൽ ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരും എന്ന ഉറച്ച വിശ്വാസമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ LDF-ന് പ്രത്യേകിച്ചും ഈ മുസ്ലിം വിഭാഗത്തിടയിലൊക്കെ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലൊക്കെ വലിയ സ്വാധീനം വർദ്ധിച്ചു വരുന്ന കാലമുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി ആ സ്വാധീനത്തിനൊരു കോട്ടം തട്ടുന്നു. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്തരം ന്യൂനപക്ഷ മേഖലകളിൽ വലിയ തിരിച്ചടി ഉണ്ടായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ന്യൂനപക്ഷ മേഖലകളിൽ നിന്നും വലിയ തിരിച്ചടി ഉണ്ടായി. ശരിക്കും ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം CPM-ൽ നിന്നും LDF-ൽ നിന്നും അകലുകയാണോ? അത് കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലെ സ്ഥിതി അല്ല ഇന്ന് നിലവിലുള്ളത്. ഒന്ന്. രണ്ടാമത്, മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം UDF-നേക്കാൾ പ്രതീക്ഷ വെക്കാവുന്നത് ഇടതുപക്ഷത്തെ തന്നെയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വേട്ട ഇന്ന് തുടങ്ങിയതല്ല, പഴയ കാലത്തുണ്ട്, ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നിലപാടുകളുടെ വ്യത്യാസം നമുക്കറിയാം. തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഒരു സുപ്രഭാതത്തിൽ ഏതാണ്ട് 300ഓളം വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു കോൺഗ്രസിന്റെ സർക്കാർ. എന്നാൽ അവരെ പുനരധിവസിപ്പിക്കും എന്ന് പ്രഖ്യാപിക്കുകയല്ലാതെ പുനരധിവാസത്തിന് വേണ്ട ഒരു സംവിധാനവും ഇതുവരെ അവിടെ നടത്തിയില്ല. മുഖ്യമന്ത്രി പിന്നീട് പറഞ്ഞത്, കർണാടക മുഖ്യമന്ത്രി പറഞ്ഞത് 5 ലക്ഷം രൂപ വീതം കെട്ടിവെച്ചാൽ അവർക്ക് വീട് കൊടുക്കാമെന്നാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ ജോലി ചെയ്താൽ അന്നത്തിന് വക കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശത്തെ ജനങ്ങൾ 5 ലക്ഷം കൊടുത്ത് വീട് വാങ്ങും എന്ന് വിശ്വസിക്കാൻ വിഡ്ഢികളല്ലല്ലോ നാട്ടുകാർ. എന്നാൽ കേരളത്തിൽ നമുക്കറിയാം, മുണ്ടക്കയിലും അതുപോലെ തന്നെ വയനാട്ടിലും ഉണ്ടായിട്ടുള്ള ആ വലിയ ദുരന്തം, ആ ദുരന്തത്തെ ഗവൺമെന്റ് ഗൗരവതരമായി നോക്കിക്കാണുകയും അവിടെ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീടുകൾ കൊടുക്കാൻ സജ്ജമാക്കുകയും ചെയ്തു. എന്നാൽ അതിനെതിരെയും വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ അന്ന് പ്രതിപക്ഷം നടത്തുകയും അതിലേക്ക് ഫണ്ട് കൊടുക്കുന്നവരോട് ഫണ്ട് കൊടുക്കാൻ പാടില്ലെന്ന് പറയുകയും ഗവൺമെന്റ് ആർക്കെങ്കിലും വീട് വേണ്ടെങ്കിൽ 15 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങാൻ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇപ്പം നമ്മൾക്ക് കണ്ടു, വയനാടിൻ്റെ കണ്ണായ സ്ഥലത്ത് കൽപ്പറ്റയിലാണ് ഇപ്പോൾ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ഒരു ടൗൺഷിപ്പ് ഉയർന്നു വന്നിട്ടുള്ളത്. കേരളത്തിലല്ല, ഇന്ത്യ രാജ്യത്ത് ഒരു ഗവൺമെന്റും ഏതെങ്കിലും ഒരു ദുരന്തത്തിൽ ഇത്രയും നല്ല ഒരു ബിൽഡിംഗ് പണിത് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി ആരെങ്കിലും പുനരധിവസിപ്പിച്ചായി ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. ആ രീതിയിൽ കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ സമീപനവും കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമീപനവും മനസ്സിലാക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം അവർ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂനപക്ഷ വിഭാഗങ്ങളുമായ ചില സംശയങ്ങളൊക്കെ ഇടക്കാലത്ത് രൂപപ്പെട്ടു വന്നിരുന്നു. ഇപ്പോഴാ സംശയങ്ങളൊക്കെ ഏതാണ്ട് ദൂരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ കാലം പോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.
ഈ സമസ്തയിൽ പോലും രണ്ട് വിഭാഗം രൂപപ്പെട്ടിരുന്നു. ഏതാ ഈ ലീഗ് അനുകൂലികൾ, ലീഗ് പ്രതികൂലികൾ. അതിൽ ചില ആളുകളെ സഖാവ് എന്ന പേര് പോലും ചേർത്ത് വിളിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ലീഗിന്റെ പിന്നിലേക്ക് സമസ്ത വീണ്ടും ഒതുങ്ങിയിരിക്കുന്നു. അങ്ങനൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. സമസ്ത എക്കാലവും മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടന പോലെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സംഘടനയായിരുന്നു. എന്നാൽ ഇടക്കാലത്ത് അതിനകത്ത് വളരെ ശക്തമായ ആ നിലപാട് ശരിയല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഉയർന്നു വന്നു. അവരെയാണ് ഷജറകൾ എന്ന് വിളിച്ചത്. യഥാർത്ഥ സുന്നികളാണവർ. അവർ നേരത്തെ സമസ്തയിൽ ഇതേപോലെ ഒരു വിഷയം രൂപപ്പെട്ടു വന്നൊരു ഘട്ടമുണ്ടായിരുന്നു. എ.പി. അബൂബക്കർ മുസ്ലിയാറും ഇ.കെ. അബൂബക്കർ മുസ്ലിയാറും രണ്ട് വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്നും സമസ്തക്കകത്തുള്ള വിഷയം രാഷ്ട്രീയമായിരുന്നു. ലീഗുമായി എത്രമാത്രം വിധേയപ്പെടണം, അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അങ്ങനെ പ്രത്യേക ബന്ധം വേണ്ട എന്ന അഭിപ്രായം, ഈ രണ്ട് അഭിപ്രായങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴാണ് അന്ന് സമസ്തയിൽ പടർപ്പുണ്ടായത്. എന്നാൽ ഇന്ന് സമസ്തയിൽ അങ്ങനെ ഒരു പടർപ്പുണ്ടായിട്ടില്ല എന്നൊരു വസ്തുതയാണ്. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ട് ചെയ്യാത്ത വലിയൊരു വിഭാഗം ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന പുതിയൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ മറുവശത്ത് പക്ഷേ കാന്തപുരം വിഭാഗത്തിൽ ചില അകൽച്ചകൾ പ്രകടമാകുന്നു, ചില പ്രസ്താവനകൾ വരുന്നു. അങ്ങനെ ഒരു അകൽച്ച ഈ അവരെ പരമ്പരാഗതമായി കുറച്ച് നാളുകളായി തന്നെ CPM-നോട് ചേർത്താണ് പറഞ്ഞിരുന്നത്. പക്ഷേ കാന്തപുരം വിഭാഗത്തിൽ ഒരു അകൽച്ച സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? ആ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട്. ഒന്ന്, കാന്തപുരം വിഭാഗം എന്ന് പറയുന്നതും സമസ്തയുടെ ഒരു വിഭാഗം തന്നെയാണ്. അവരും പരസ്യമായി ഒരു രാഷ്ട്രീയ സമീപനം അങ്ങനെ സ്വീകരിക്കുന്നവരൊന്നുമല്ല. എന്നാൽ മുസ്ലിം ലീഗിൽ നിന്ന് വലിയ രീതിയിലുള്ള അറ്റാക്ക് ഒരു ഘട്ടത്തിൽ അവർക്ക് എതിരെ ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലുള്ള പള്ളികളും മദ്രസകളും പലപ്പോഴും ആക്രമിക്കപ്പെട്ടു. അതിൽ പ്രതികൾ മുസ്ലിം ലീഗുകാരായിരുന്നു. പരിശുദ്ധ ഖുർആൻ പോലും കത്തിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിരവധി പ്രവർത്തകന്മാർ, സമസ്ത SYSന്റെ നിരവധി പ്രവർത്തകന്മാർ മുസ്ലിം ലീഗുകാരുടെ കൊലക്കത്തിക്കിരയായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അവർക്കത്ര പെട്ടെന്നങ്ങ് മറക്കാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പരിപൂർണമായി മാറിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു നിലപാട് തന്നെയായിരിക്കും അവർ സ്വീകരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ താങ്കളെയും വല്ലാതെ വർഗീയ ചാപ്പ കുത്താൻ അല്ലെങ്കിൽ മതതീവ്രവാദിയാണെന്നൊക്കെ പറയാൻ പോലും മടി കാണിച്ചിട്ട് താങ്കളുടെ ഈ ഓഫീസിലേക്ക് വരെ മാർച്ച് നടത്തിയാണ് BJP പ്രവർത്തകർ താങ്കൾക്കെതിരെ കുറച്ച് നാളുകളായി പ്രതിഷേധ മുഖത്തിറങ്ങിയിരിക്കുന്നത്. അത്തരം ആക്ഷേപങ്ങളോട് എന്താണ് പ്രതികരണം? എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ എന്നെ അറിയുന്ന നാട്ടുകാരുണ്ട്, ഈ പ്രദേശത്തുകാരുണ്ട്. അതൊന്നും ആരും ചെവിക്കൊള്ളാൻ പോകുന്നൊരു കാര്യമൊന്നുമില്ല. BJP-യിൽ നിന്ന് അതിലും വലിയൊരു സംസ്കാരം പ്രതീക്ഷിക്കേണ്ടതില്ലാത്തത് കൊണ്ട് തന്നെ അതിനെ നമ്മളത്ര മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് തേടുമോ, അല്ലെങ്കിൽ അവരുടെ വോട്ട് വന്നാൽ സ്വീകരിക്കുമോ? അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് വേണോ വേണ്ടതെന്നൊന്നും ആലോചിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. സ്ഥാനാർത്ഥി എന്ന നിലക്ക് ആരൊക്കെ വോട്ട് ചെയ്യും നമുക്ക് പറയാൻ കഴിയും. നമുക്ക് പോളിംഗ് ബൂത്തിനകത്ത് പോയി നോക്കാൻ പറ്റും. അങ്ങനെ ഒരു നിലപാടൊന്നും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സൗഹൃദപരമായ നിലപാടാണോ താങ്കളുടെ പാർട്ടിക്കുള്ളത്? ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ എടുത്ത് അങ്ങനെ ഇതാക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ജയിക്കാനുള്ള തന്ത്രങ്ങൾ ചിലപ്പോൾ ആവിഷ്കരിക്കേണ്ടി വരും. സ്വാഭാവികമായി ആര് വോട്ട് ചെയ്യുമില്ല എന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയാനൊന്നും കഴിയില്ല. അല്ല, അവർ ഈ അസ്പർശരല്ല, അവരെ തൊട്ടുകൂടാത്തവരാന്ന് കരുതുന്നത്. അവരിപ്പോൾ UDF-ന്റെ ഭാഗമാണ്. അവരിപ്പോൾ ചർച്ച ചെയ്യുന്ന വലിയ കാര്യമൊന്നുമില്ല. അതിന്റെ വിഷയം വരുന്നില്ല. അവർ UDF-ന്റെ ഭാഗമാണ്. അപ്പം അവരെക്കുറിച്ച് ഒരാവശ്യമില്ല. അല്ല, അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി UDF-നൊപ്പം സമീപനം സ്വീകരിച്ചവരല്ലേ. അപ്പോൾ അവരെക്കുറിച്ച് ഇപ്പം അവർ മാറ്റം വന്നു എന്ന് അവർ പറയാത്തിടത്തോളം അവരെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇനി എങ്ങനെയാണ് വികസന കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തു തീർക്കാൻ ഇനിയുമുണ്ടോ? അടുത്തൊരു വട്ടം അതിനായാണോ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്? കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ അത് ആർക്കും നോക്കിക്കാണാവുന്നൊരു വസ്തുതയാണ്. ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും അതുപോലെ തൊഴിൽ മേഖലയിൽ പുതുതായി അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായാലും എല്ലാ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാക്കി. പവർക്കട്ടില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ സാധിച്ചു എന്ന് എടുത്തു പറയപ്പെടുന്ന നേട്ടം തന്നെയാണ്. ആ രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാനുള്ള 1000 കാരണങ്ങളുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് വോട്ട് ചോദിക്കാൻ പോകുന്നത്. അതോടൊപ്പം നമുക്ക് സൗത്ത് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. 50 വർഷക്കാലമായി സൗത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന പുതിയ പാലത്തെ വലിയ പാലം 60 കോടി രൂപയുടെ പദ്ധതിയാണ്. അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ എല്ലാ റോഡുകളും പരമാവധി റോഡുകൾ BNBC നിലവാരത്തിലേക്ക് ഉയർത്തി മറ്റ് റോഡുകളൊക്കെ ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയ കെട്ടിടങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. നല്ല ക്ലാസ് മുറികൾ ഉണ്ടാക്കാൻ സാധിച്ചു. ഏറ്റവും ലേറ്റസ്റ്റായി 2 ദിവസം മുമ്പ് മന്ത്രിസഭ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അവിടെ സ്പോർട്സ് കോംപ്ലക്സിന് അനുമതി ലഭ്യമായിരിക്കുകയാണ്.
ആ രീതിയിൽ ഈ മണ്ഡലത്തിൽ വലിയ വികസന വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വോട്ടായി മാറും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. എന്തായാലും വലിയ വികസന കാര്യങ്ങളാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നടത്തിയിരിക്കുന്നത്. അത് വോട്ടായി മാറും. ഒരു കോട്ടയായി തന്നെ കോഴിക്കോട് സൗത്തിനെ നിലനിർത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലുമാണ് ശ്രീ അഹമ്മദ് ദേർക്കോവിൽ.